ഇത് ആദ്യത്തെ തവണയാണോ അതോ ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഡോക്ടർ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തലചുറ്റി വീണതിനെ കുറിച്ചാണോ ഡോക്ടർ പറയുന്നത്? അതല്ല. ശരി. കുട്ടിയുടെ കൂടെ വന്ന ആ പയ്യനെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ ഈ സിറ്റിയിൽ വന്നത് മുതലേ അറിയാം. അയാള് നല്ല മനുഷ്യനാണോ? വളരെ നല്ല മനുഷ്യനാ ഡോക്ടർ. എന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇങ്ങനെയൊരു സാഹചര്യത്തില് കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ട് ചോദിച്ചതാ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ അദ്ദേഹം പോയത്. പ്രിയഞ്ചേട്ടന്റെ അനിയത്തിയുടെ പരീക്ഷ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു. അത് കൊടുക്കാനാ അദ്ദേഹം പോയത്. അല്ല, എന്റെ അസുഖത്തെ പറ്റി സംസാരിക്കാൻ വിളിച്ചിട്ട് എന്തിനാ പ്രിയഞ്ചേട്ടനെ കുറിച്ച് ചർച്ച ചെയ്യുന്നേ? ഞാൻ ഏതൊരു പേഷ്യന്റിന്റെ അടുത്തും എല്ലാ കാര്യങ്ങളും വ്യക്തമായി വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരാളാണ്. പക്ഷേ നീയൊരു നാട്ടുമ്പുറത്തുകാരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഈ കാര്യം പരോക്ഷമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിനക്കത് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ല. ഞാനൊരു മണ്ടിയാണെന്നാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? ഞാൻ നാട്ടുമ്പുറത്തുകാരിയാണെന്ന് കരുതി എനിക്ക് വിവരമില്ലെന്ന് കരുതരുത്. ഇവിടെയുള്ള പലരെക്കാളും കൂടുതൽ വിവരം എനിക്കുണ്ട്. ഡോക്ടർ നേരെ കാര്യം എന്താന്ന് പറഞ്ഞോളൂ. അവൾ ഇത്രയും ധൈര്യത്തോടെ പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞേക്ക്. ഡോക്ടർ പറഞ്ഞോളൂ. ഇത്രയും പേടിക്കാൻ മാത്രം എനിക്ക് എന്ത് രോഗമാ ഉള്ളത്? നീ ഗർഭിണിയാണ്. നിങ്ങളെന്താ പറഞ്ഞേ? കണ്ടോ, എന്താണെങ്കിലും പറഞ്ഞോളാൻ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ നീ പതറിയില്ലേ? നീ ഇങ്ങനൊരവസ്ഥയിലാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ മടിച്ചത്. ഞാനെന്തിനാ പ്രിയനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതെന്ന് നിനക്ക് തോന്നിക്കാണും. ഇതിനു വേണ്ടിയിട്ടാ. നീ ഗർഭിണിയാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു പാവമാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയവനെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? അവനെങ്ങാനും നിന്നെ കൈയൊഴിഞ്ഞാലോ? മതി, നിർത്ത്. കുറെ നേരമായല്ലോ നിങ്ങൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങളൊരു ഡോക്ടറാണെന്ന് കരുതി എന്തും പറയാനാണോ? എനിക്ക് പഠിപ്പില്ലാത്തോണ്ട് ഞാനെല്ലാം മിണ്ടാതെ കേൾക്കുന്ന നിങ്ങൾ കരുതിയോ? എന്നെയും പ്രിയഞ്ചേട്ടനെയും പറ്റി എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ പ്രണയം എത്രത്തോളം പവിത്രമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കാണോ? കുട്ടി, ഞാൻ പറയുന്ന ഒന്ന് ക്ഷമയോടെ കേൾക്ക്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഇതിനു മുമ്പ് ഞാൻ തളർന്നു കിടക്കുന്ന കണ്ട് പ്രിയഞ്ചേട്ടൻ സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത് കണ്ടിട്ടാണോ ഡോക്ടർ ഞങ്ങളെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിച്ചത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇത്രയും മോശമായിട്ട് ഞങ്ങളെ കുറിച്ച് ചോദിച്ചത്? ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങളുടെ കുടുംബക്കാർ അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാ നിന്നോട് ഞാൻ ക്ഷമയോടെ സംസാരിക്കുന്നത്. നിന്റെ സാഹചര്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെയും ഈ ആശുപത്രിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്നാ നീ കരുതുന്നേ? കാശ്. നിങ്ങൾ ഇന്നലെ എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞു. ഞാനതിന് സമ്മതിക്കാത്തോണ്ട് നിങ്ങൾക്ക് അത്രയും കാശ് നഷ്ടമായി. അതിന് പകരമായിട്ട് ഇന്ന് രാവിലെ തന്നെ വിളിച്ചു വരുത്തി എന്റെ തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ ഈ നുണ പറഞ്ഞ് കാശ് പിഴിയാന്ന് കരുതിയല്ലേ? ഡോക്ടർ എന്തിനാ ഇവളൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? ഒരു വാക്ക് പറഞ്ഞാ ഞാനിവളെ. റീത്ത, വേണ്ട. നീ കുറച്ചു നേരത്തേക്കൊന്ന് മിണ്ടാതെ നിൽക്ക്. ഞാൻ സംസാരിച്ചോളാം. പാറു, നീ ഇപ്പോ പെട്ടെന്ന് ഇത് കേട്ടതിന്റെ ഷോക്കിലാവും. എന്നാലും വെറുതെ ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. നിന്നെ ഞാനൊരു പേഷ്യന്റായിട്ട് മാത്രമല്ല കാണുന്നത്, എന്റെ സഹോദരിയുടെ സ്ഥാനത്ത്. അത് മനസ്സിലാക്കാതെ ഞാൻ കാശിന് ആർത്തിയുള്ള ഒരാളാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തരുത്. അപ്പോ എന്നെയും പ്രിയഞ്ചേട്ടനെ തരം താഴ്ത്തിയതോ? ഞങ്ങൾ ഏത് ദൈവത്തിന്റെ മുന്നിൽ വേണമെങ്കിലും സത്യം ചെയ്യാം.